യൂണിറ്റുകൾ ഒരേ സമയം ജലസേചനം നടത്തിയപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിന്റെ പരിധിക്കപ്പുറത്തേക്ക് കടന്നാക്രമണം നടത്തിയ ഒരു കാട്ടുതീ പോലെ, ലോസ് ആഞ്ചലസിലെ കാട്ടുതീ പോലെ ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരത്തിൽ തീപിടുത്തുണ്ടായി. ഇതുപോലെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ വളരെ ശാന്തമായി മുന്നോട്ട് പോകുന്ന ഗ്രാമങ്ങളിൽ വർഗീയതയുടെ, വംശീയതയുടെ ഒരു സ്പാർക്ക് കൊണ്ടുപോയിടുക. എന്നിട്ട് അതിങ്ങനെ കത്തിത്തീരുന്ന, ചാമ്പലാകുന്ന ഒരുപാട് മേഖലയിലേക്ക് അതിനെ വ്യാപിപ്പിക്കാൻ ആവശ്യമായ സ്രോതസ്സുകളെ, ഹൈലി ഇൻഫ്ലെയിമബിൾ ആയ വർഗീയ പരാമർശങ്ങളെ ഭരണത്തിന്റെ ആധിപത്യത്തിന്റെ അരമനയിൽ അള്ളിപ്പിടിച്ച് ഇരുന്നിട്ട് ആ അധീശാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ഇന്ന് എത്ര എംപിമാരാണ്, അല്ലെങ്കിൽ ഭരണകക്ഷികളായിരിക്കുന്ന എത്ര മന്ത്രിമാരാണ് ഇത്തരം പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇവിടത്തെ സൗഹൃദങ്ങളുടെ ബാലൻസ് ചെയ്യുന്നത് ഇപ്പോഴും നമ്മുടെ സഹോദര മതസ്ഥരാണ്. നമ്മൾ കേരളത്തിന്റെ ഒരു വർത്തമാന സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ. ഭരണം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സീറ്റ് പോലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് കണിശമായി തീരുമാനമെടുത്തവൻ ഞാനോ നിങ്ങളോ ആയിരിക്കുന്ന ന്യൂനപക്ഷങ്ങളല്ല. ഈ കേരളത്തിലെ ഭൂരിപക്ഷക്കാരായിരിക്കുന്ന ഈ ഡോക്ടർ അംബേദ്കർ എഴുതി വച്ച ഭരണഘടനയെ പൊന്നുപോലെ സൂക്ഷിക്കുന്ന നമ്മുടെ സഹോദര മതസ്ഥരാണ്. സമ്പൽ പള്ളിയുടെ ശേഖരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിട്ട് വിധി പ്രസ്താവം വന്നു. അതിന്റെ പിറകിലേക്ക് പോയപ്പോ മുസ്ലിങ്ങൾ ഇത്രകാലം അവരുടെ നെറ്റിത്തടത്തിലെ സുജൂദ് കൊണ്ട് അലങ്കരിച്ച സമ്പൽ മസ്ജിദിനെ സീല് വെച്ച സമയത്ത് ഒരു ഹൈന്ദവ സുഹൃത്ത്, സഹോദര മതസ്ഥനായ ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ FB-യിൽ എഴുതി ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണത്? അന്യനവകാശപ്പെട്ടത് മുഴുവൻ സ്വന്തമാക്കണം എന്ന് വിചാരിക്കുന്നത് ഒരു തരത്തിലുള്ള മാനസിക വിഭ്രാന്തിയാണ്. അത് ഒന്നുകൂടി പറഞ്ഞാൽ അതൊരു മനോരോഗമാണ്, അല്ലെ? അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അവരുടെ കൂടെ നിർത്തി ആ സ്വാതന്ത്ര്യത്തിന്റെ ശീതളിമ എല്ലാവരും ആസ്വദിക്കണം എന്ന ബോധം ഭാരതീയനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സഹോദര മതസ്ഥർ കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്റെ പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സ് വിശാലമാക്കേണ്ട ഒരു സമയമാണ്, ഒരു സന്ദർഭമാണ്. നമ്മുടെ വീട്ടിന്റെ സിറ്റ് ഔട്ടില് ഒരു കസേര ഇട്ട് കഴിഞ്ഞാൽ ആ കസേരയിൽ ഒരതിഥിയെ മാത്രമേ നമുക്ക് ഇരുത്താൻ കഴിയുള്ളൂ. പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തില് ഒരു മതേതര ബോധത്തിന്റെ ആസനം, സിംഹാസനം നമ്മൾ കൊണ്ടുപോയി രൂഢമൂലമായി വെച്ചു കഴിഞ്ഞാൽ എത്രായിരം ആളുകളെയും ജാതിയും മതവും നോക്കാതെ പരശതം ജനങ്ങളെ ഒരേ സമയം തന്നെ അതിനകത്ത് നമുക്ക് കുടിയിരുത്താൻ സാധ്യമാകും എന്നുള്ളതാണ് ജാലിക നമ്മളെ ബോധവൽക്കരിക്കുന്നത്. അതുകൊണ്ട് വർഗവൽക്കരണത്തിന്റെ, വംശവൽക്കരണത്തിന്റെ, അപരത്വ നിർമ്മിതിയുടെ, അപരവൽക്കരണത്തിന്റെ പുതിയ ദുഷിച്ച രാഷ്ട്രീയ ലാക്കുകളുടെ ഈ